തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പ്രഹരത്തിന്റെ ആഘാതം വിട്ടുമാറാതെ ഇടതുമുന്നണി. തോൽവി വിശദമായി ചർച്ച ചെയ്യാനുള്ള CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. അപ്രതീക്ഷിത തിരിച്ചടിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന കാരണമായി എന്ന വിലയിരുത്തലാണ് CPI. തെറ്റുകൾ കണ്ടെത്തി തിരുത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഇഴകേറിയ പരിശോധനയിലേക്ക് ഇടതുമുന്നണി കടക്കും മുൻപേ പരാജയ കാരണങ്ങൾ ഒന്നൊന്നായി നിരത്തുകയാണ് CPI. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പരാജയ കാരണത്തിൽ ഒന്നാമത്തേത്. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയിൽ ശബരിമലയിലെ സ്വർണ്ണമോഷണം തിരിച്ചടിച്ചു. BJPയുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രശ്നമായെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിനും CPIഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനമാണ് CPI മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ കൈക്കൊണ്ട ചില നടപടികൾ ജനങ്ങളിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കണമെന്ന് പറയുക വഴി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതുൾപ്പെടെ തിരിച്ചടിയായെന്ന് ഓർമ്മിപ്പിക്കുകയാണ് CPI. ക്ഷേമ ആനുകൂല്യങ്ങൾ ഏതൊരു ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അതിന്റെ പേരിലുള്ള ഔദാര്യഭാവവും അവകാശവാദങ്ങളും മുഖവിലക്കെടുക്കാൻ ജനങ്ങൾ തയ്യാറാകില്ലെന്നും ജനയുഗം ചൂണ്ടിക്കാട്ടുന്നു. മതബോധത്തോടും ജാതീയതയോടും പാലിക്കേണ്ട അകലം പാലിച്ചില്ലെന്ന ആശങ്ക വോട്ടർമാർക്കുണ്ടായെന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ പരാമർശങ്ങളെ അടക്കം പിന്തുണച്ചത് തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് മുഖപത്രത്തിലൂടെ CPI നടത്തിയത്. നാളെ ഇടതുമുന്നണി യോഗത്തിലും വീഴ്ച CPI ചൂണ്ടിക്കാട്ടും. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത്. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവ തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. PMC വിഷയത്തിനകത്ത് ഞാൻ പലവണ പറഞ്ഞതുപോലെ അത് രണ്ട് പാർട്ടികളുടെയും നിലപാടാണ്. അതിന് CPIക്കോ CPMനോ വ്യത്യസ്തമായ ഒരു നിലപാടില്ല. അതൊക്കെ ഒരു ഓൾ ഇന്ത്യയിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. CPIയെ സംബന്ധിച്ചിടത്തോളം CPI CPM വ്യത്യാസമില്ലാതെ ഈ പുതിയ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. CPI ചൂണ്ടിക്കാട്ടുന്ന വിമർശനങ്ങളല്ല പരാജയ കാരണങ്ങളായി CPIഎമ്മിനുള്ളത്. ക്ഷേമവും വികസനവും ജനവിധിയെ സ്വാധീനിച്ചില്ലെന്ന് CPIഎം മുഖപത്രം പറയുന്നു. BJP പലയിടത്തും UDFന് വോട്ട് നൽകി, തിരിച്ച് UDFും. ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ലെന്നും ദേശാഭിമാനി ഓർമ്മിപ്പിക്കുന്നു. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയ സാഹചര്യം അത്ര അനുകൂലമല്ലെന്ന വിലയിരുത്തൽ ഇടതുമുന്നണിക്ക് തന്നെയുണ്ട്. തെറ്റുകൾ കണ്ടെത്തി അടിയന്തരമായി പരിഹരിക്കാനുള്ള തീരുമാനങ്ങളായിരിക്കും പാർട്ടി നേതൃയോഗങ്ങളിലും നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലും ഉണ്ടാവുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.